ഹായ്, സോറി ട്രാഫിക് ആയിരുന്നു, പെട്ടെന്ന് ഓടി എത്തിയതാണ്. സോ കോട്ടയം നസീർക, ജിസ് ജോയ് ആൻഡ് ദ പ്രൊഡ്യൂസർ അരുൺ നാരായണൻ. ഇഷ്ടമായ സിനിമ അത് ആദ്യം ചോദിക്കട്ടെ. ഓ താങ്ക് യു, മേക്ക് മൈ ഡേ. സെക്കൻഡ് പാർട്ട് ഉണ്ടാവില്ലേ? ഫസ്റ്റ് പാർട്ട് പൊളിച്ചു എന്തായാലും. ആരെങ്കിലും ഗസ് ചെയ്തായിരുന്നു ഇതിന്റെ ക്ലൈമാക്സ് വില്ലൻ ആരാണെന്നുള്ളത്? ബ്രില്യന്റ്. നസീർക്കാട് ഒരു ഗംഭീര പെർഫോമൻസ് ആയിരുന്നു ഈ സിനിമയിൽ. എല്ലാവരും നാട്ടിലെ സിനിമ വലിയൊരു ബ്ലോക്ക് ബസ്റ്ററായി ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ സന്തോഷം നിങ്ങളായിട്ട് പങ്കുവെക്കണമെന്നുണ്ടായിരുന്നു. ഓടുന്ന സിനിമയാകുമ്പോൾ ധൈര്യമായിട്ട് ഇങ്ങനെ വന്ന് മുമ്പിൽ ചിരിച്ചുകൊണ്ട് നിൽക്കാമല്ലോ. ഓടി വന്നത് കാണാൻ വന്നതിൽ ഒരുപാട് സന്തോഷം. നിങ്ങൾ എല്ലാവർക്കും സോഷ്യൽ മീഡിയ പേജസ് ഉണ്ട്, റീച്ചസ് ഉണ്ട്, നിങ്ങൾ ഒരുപാട് പേര് ഇൻഫ്ലുവൻസേഴ്സ് ആണെന്ന് അറിയാം. അപ്പൊ സത്യസന്ധമായ അഭിപ്രായം ഈ സിനിമയെ പറ്റി പറയുക. ഇനിയും കാണാനുള്ളവർ ഇതിന്റെ ക്ലൈമാക്സ് ഒക്കെ പുറത്ത് വരുന്നതിന് മുന്നേ തന്നെ കാണാൻ നമ്മൾ പ്രേരിപ്പിക്കുക. ജിസ് ജോയ്. ഒരുപാട് സന്തോഷമുണ്ട്. കഴിഞ്ഞ സിനിമ റിലീസായിട്ട് ഇന്ന് 10ാമത്തെ ദിവസമാണ്. ഞങ്ങൾ എല്ലാവരും കൂടെ ഹാർഡ് വർക്ക് ചെയ്ത ഒരു സിനിമയാണ്. അപ്പോൾ അതിന്റെ സന്തോഷമാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും മുഖത്തുള്ളത്. നിങ്ങൾ എന്റർടൈൻ ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ് ഒരു ഫിലിം മേക്കറെ സംബന്ധിച്ച് ഒരു ഫിലിമിലെ എല്ലാവർക്കും സ്വപ്നം എന്ന് പറയുന്നത് നിങ്ങൾ എന്റർടൈൻ ചെയ്യിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇനിയും അത് ചെയ്യിക്കണമെങ്കിൽ ഈ സിനിമ ഒരു വലിയ വിജയമാകണം. നിങ്ങളുടെ സോഷ്യൽ മീഡിയ പേജസിലും സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും ഫാമിലി ഗ്രൂപ്പ്സിലും ഒക്കെ ഹോണസ്റ്റ്ലി ഉള്ള റിവ്യൂസ് ഇടണമെന്ന് ഏറ്റവും താഴ്മയായിട്ട് അപേക്ഷിക്കുന്നു. നസീർക്ക, ഒരുപാട് സന്തോഷം. ആദ്യമായിട്ടാണ് ഒരു സിനിമയുമായി ബന്ധപ്പെട്ട് ഞാൻ ദുബൈക്ക് വരുന്നത്. 10 പാസ്പോർട്ട്സ് ഉണ്ട്. ഇത് പ്രോഗ്രാമുമായിട്ട് വന്നിട്ടുള്ളൂ. അഭിനയിച്ചൊരു സിനിമ, അതിൻ്റെ ഒരു വിജയാഘോഷം, അതൊക്കെ കാണാനായിട്ട് വരുന്നത് ആദ്യമായിട്ടാണ്. ഞങ്ങൾക്ക് ചെയ്യാനുള്ളതൊക്കെ ഞങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനി ചെയ്യാനുള്ളത് നിങ്ങൾക്ക്. നസീർക്കായിട്ടുള്ള ഒരു അടുപ്പത്തില് കുറച്ച് സ്വാർത്ഥതയാണ്, ഒരു ഫ്രീഡം ഞാൻ എടുക്കുക. ഈ സിനിമയിൽ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറാണ് ജാഫർ ഇടുക്കി, അല്ലെ? ജാഫർ ഇടുക്കി എന്തോ പറയണം എന്ന് നസീർഖാനെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. ജാഫർഖാന്റെ ശബ്ദത്തിൽ നസീർഖ ഒരു സിംഗിൾ തല രാവണിനെ പറ്റിയ ഒരു അഭിപ്രായം. എനിക്ക് ഓർമ്മയില്ല. അതായത് എനിക്ക് നിങ്ങളോടൊന്നേ പറയാനുള്ളൂ പിള്ളേരെ, എല്ലാവരോടും പറയുക, അവിടെ വന്ന് കാണുക. അരുൺ നാരായണൻ, പ്രൊഡ്യൂസർ ആൻഡ് സിജോ, ഇവർ രണ്ടുപേരും കൂടെയാണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. അരുണ് കണ്ടാൽ എല്ലാവർക്കും അറിയാം. എന്താ പേടിക്കണേ? കിരൺ ടി വി മുതൽ മലയാളികൾക്ക് അറിയാവുന്ന ഒരാളാണ്. ഇപ്പോൾ അഭിനയമുണ്ട്. ഇപ്പൊ അദ്ദേഹം നിർമ്മാണത്തിലെത്തി, സ്വന്തമായി സിനിമ നിർമ്മിച്ച് അതിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല ആൾക്കാരോടൊന്നും പറയേണ്ടതെന്നുള്ളത് അവരെല്ലാം സപ്പോർട്ട് ചെയ്യുന്നതാണ്. വളരെ സന്തോഷം. എന്തായാലും നിങ്ങൾ എല്ലാവരും വീക്കെൻഡിൽ പല പല തിരക്കുകൾ ഉണ്ടാവും. എന്നാലും ഇവിടെ വന്ന് സിനിമ കാണാനും നമ്മളോടൊപ്പം ഇങ്ങനെ ഒരു സമയം സ്പെൻഡ് ചെയ്യാനും കാണിച്ചതിലുള്ള സന്തോഷവും നന്ദിയും അറിയിക്കുന്നു. നേരത്തെ പറഞ്ഞ തന്നെ എല്ലാവരോടും, നിങ്ങൾക്ക് തിയേറ്ററിൽ വന്നിട്ട് ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ഈ സിനിമയ്ക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരോടും പറയുക, സിനിമ തിയേറ്ററിൽ തന്നെ വന്ന് കാണാൻ വേണ്ടി. താങ്ക് യു സോ മച്ച്. ഇത് ഷൂട്ട് ചെയ്തത് ആക്ച്വലി തലശ്ശേരിയിലാണ്. 85% തലശ്ശേരിയായിരുന്നു. പയ്യന്നൂർ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, കുറച്ച് കണ്ണൂർ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ചേപ്പനം തോട്ട എന്ന് പറയുന്ന സാങ്കല്പികമായ ഒരു സ്ഥലമാണ്. സാങ്കല്പികമായിട്ട് അങ്ങനെ ഒരു സ്ഥലം കേരളത്തിലില്ല. വേണുചേട്ടൻ ഒന്ന് വരാം. അറിയാം, വേണുചേട്ടൻ ഇവിടെ ഉണ്ട്. വേണുചേട്ടൻ എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഒരു നമ്മള് ഇൻട്രൊഡക്ഷൻ ആവശ്യമില്ലാത്ത ആവരാണ്. 2018 എന്ന് പറയുന്ന മനോഹരമായ സിനിമയുടെ നിർമ്മാതാവാണ്. മാളികപ്പുറത്തിന്റെ നിർമ്മാതാവാണ്. ഹിറ്റുകൾ തന്നുകൊണ്ടേയിരിക്കുന്ന നിർമ്മാതാവാണ്. ഓസ്കർ നോമിനിയാണ്. കറക്റ്റ്. നിങ്ങൾ കാത്തിരിക്കുന്ന മീ മജസ്ട്രീം ഇതാ എത്തിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. വാക്ക് നിങ്ങളോട് സംസാരിക്കുന്നതാണ്. ഒരു പാട്ടും പാടും. നിങ്ങൾ എല്ലാവരും സിനിമ കണ്ടിട്ടിരിക്കുന്നല്ലേ? ഇഷ്ടപ്പെട്ടോ? അതൊക്കെ കഴിഞ്ഞു. ആ ചോദ്യമൊക്കെ കഴിഞ്ഞു. അതൊക്കെ എക്സ്പയർ അത് ഞങ്ങൾക്ക് കേൾക്കാൻ പറ്റിയില്ലല്ലോ.
നിങ്ങൾക്ക് ഇഷ്ടമായോ? സെക്കൻഡ് പാർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാമോ? സെക്കൻഡ് പാർട്ടിന് വേണ്ടി വെയിറ്റിംഗ് ഇപ്പോഴേ തുടങ്ങി. അടിപൊളി അടിപൊളി. എന്തായാലും ഒത്തിരി സന്തോഷം. ഞങ്ങൾ നാട്ടിൽ നിന്ന് കുറേ നല്ല 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 റെസ്പോൺസുകളൊക്കെ കണ്ട് ഇതുപോലെ തിയേറ്റർ വിസിറ്റ് ഒക്കെ കണ്ട് ഒരു സന്തോഷമായിട്ടിരിക്കുന്ന മൊമെന്റിലാണ് ദുബായിക്കും കൂടെ വന്ന് സന്തോഷം ഇരട്ടിയാക്കാന്ന് വിചാരിച്ച് വന്നത്. അതെന്തായാലും വെറുതെ ആയില്ല. നല്ല നല്ല റെസ്പോൺസുകളാണ് ഇവിടുന്ന് കേൾക്കുന്നത്. അപ്പൊ ഒത്തിരി ഒത്തിരി സന്തോഷം. സെക്കൻഡ് പാർട്ട് വരും അല്ലേ? ഹലോ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാ? ഓക്കെ, സെക്കൻഡ് പാർട്ട് വരും വരും എന്ന് പറയുമ്പോ എന്റെ നെഞ്ചാണ് ഇരിക്കുന്നത്. അത് പറയരുത്, ഒന്നും പറയരുത്. അനുഷ്ഠ ഉദ്ദേശിച്ച മനസ്സിലായല്ലോ അല്ലേ? അതെ അത്രേ ഉള്ളൂ. ഓക്കെ, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഒരക്ഷരം പോലും മിണ്ടാൻ പറ്റാതെ നിൽക്കുന്ന ആ കുട്ടിയുടെ ബുദ്ധിമുട്ട് നിങ്ങൾ മനസ്സിലാക്കും. ഓക്കെ. അപ്പൊ എന്തായാലും ഒത്തിരി ഒത്തിരി സന്തോഷം. നിങ്ങൾ എല്ലാവരെയും കാണാൻ കഴിഞ്ഞതിൽ ഞങ്ങളുടെയൊക്കെ സന്തോഷത്തിൽ പങ്കുചേരുക. വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. ഇതെല്ലാവർക്കും കൂടെ എഴുതാൻ വേണ്ടി തന്നിച്ചാണ്. അതിൻ്റെ അകത്ത് മുഴുവൻ ഒരാൾ ഒറ്റയ്ക്ക് എഴുതിയെന്ന് ഞാൻ അതിനകത്ത് ഒരു ഗ്യാപ്പ് കിട്ടുമെന്ന് നോക്കിയിരിക്കുകയായിരുന്നു. നിങ്ങൾ ഇത് കാണിക്കും പ്ലീസ്. ഇതെല്ലാവർക്കും കൂടെ എഴുതാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാ. അത് ആസിഫ് അലി മൊത്തം എഴുതി.